പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആ പാഠം എടുത്തപ്പോൾ വ്യക്തമായിട്ട് നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് എന്താണ് റെഫ്രെയിൻ, എന്താണ് അലിട്രേഷൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രവീന്ദ്രനാഥ ടാഗോർ ആരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചിലപ്പോൾ ഒരു പ്രൊഫൈൽ എഴുതാൻ വരും, കുറച്ച് ഡാറ്റ തന്നിട്ട് നമ്മളൊരു ഖണ്ഡിക അയാളെ പറ്റിയിട്ട് എഴുതാന്നുള്ളതാണ്. അതിപ്പോൾ ആരുടെ ആണെങ്കിലും കുറച്ച് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് അല്ലെങ്കിൽ നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രൊഫൈൽ എഴുതാൻ വരും. അതല്ല എങ്കിൽ റെഫ്രെയിൻ വരും. അപ്പോൾ റെഫ്രെയിൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ട ചെറിയ ബോക്സിൽ നിങ്ങൾ കാണുന്നുണ്ടോ, എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്കിലും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വായിപ്പിച്ചിട്ടുണ്ട്. എ റെഫ്രെയിൻ ഈസ് എ ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസാസ്. അത് നമ്മളൊരു പാഠഭാഗമല്ല, പോയം വായിക്കുമ്പോൾ അത് ഓരോ ഖണ്ഡികകളായിട്ട് കാണാം അല്ലേ. സ്റ്റാൻസ എന്ന് വെച്ചാൽ എന്താ, ഓരോരോ 4 വരിയുള്ള ഓരോരോ സ്റ്റാൻസായിട്ട് കാണാം. അപ്പോൾ ആ സ്റ്റാൻസയിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ചില വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അത് ചിലപ്പോൾ വരികളാകാം, അതല്ലെങ്കിൽ ഓരോ പ്രയോഗമാകാം, ഫ്രേസ് ആകാം. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റെഫ്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം and call the cattle home across the sands of Dee എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വരികൾ ഏതാ, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അങ്ങനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൊടുത്തിരുന്ന ഫ്രേസ് ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ഈസ് യൂസ്ഡ് 3 ടൈംസ് അല്ലേ. സച്ച് റിപ്പീറ്റേഷൻ ആർ കോൾഡ് റെഫ്രെയിൻ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണെന്ന് പറയുന്നത് റെഫ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ.